ഈ ഒരു സൗഹൃദ സംഘത്തിലെ പച്ചവൻ ചേട്ടൻ ലാരൻ ഇവരൊക്കെ ഇങ്ങനെ ആ കാലത്ത് വളരെ സൗഹൃദമാണ്. ഒരാളെ കൂടെ വിളിക്കുകയാണ്. കേരളത്തില് ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ഉപജീവന മാർഗമായി മാറി മിക്സ് പരേഡ് എന്ന് പറയുന്ന ഒരു കലാരൂപം ഒരാള്, രണ്ടാള്, മൂന്നാള് എന്നൊക്കെ പറഞ്ഞ് ഒറ്റയും തെറ്റയുമായിട്ട് ചിഹ്നിച്ചിതിൽ കിടന്ന ആ ഒരു ആർട്ട് ഫോം രൂപീകരിച്ച് ആദ്യമായിട്ട് നിരന്ന് നിന്ന 4-5 പേര്. അവരിൽ ഒരാളാണ് വരുന്നത്. ഇവരുടെ സന്തത സഹചാരിയാണ്, സുഹൃത്താണ്. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് സിനിമയിൽ വളരെ വലിയ ആൾക്കാരായി നിൽക്കുമ്പം നമ്മൾ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ബഫർ ചെയ്യാൻ പാകത്തിന് നമുക്ക് അവരോടൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മുടെ ഇടയിൽ നിന്ന ഒരാളാണ്. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട KS പ്രസാദ്. പ്രസാദ്, ഒരിക്കൽ കൂടി സ്വാഗതം. താങ്ക് യു. നിങ്ങൾ സിദ്ദിഖ് സാറിന്റെ ഓർമ്മകളിലൂടെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കലാഭവനിൽ നിന്നല്ലേ പരിചയം? ഇതുപോലെ അതിന് മുമ്പ് ഒരു പരിചയമല്ലല്ലോ? അതിന് മുമ്പ് പരിചയമുണ്ട്. എങ്ങനെയാ അത്? ലാലായിട്ട് വളരെ പണ്ടേ പരിചയമുണ്ടല്ലോ. ഞങ്ങൾ 6ാം ക്ലാസ് മുതൽ ഒരുമിച്ചാണ് പഠിച്ചത്. അത് മാത്രമല്ല, ഞാൻ ഈ മറ്റ് മത്സരങ്ങൾ വിട്ട് ആദ്യമായിട്ട് ഒരു സ്റ്റേജ് പുറത്ത് ചെയ്യുന്നത് ലാലിന്റെ വീടിനടുത്തുള്ള കഴുന്ന്, നേരത്തെ പറഞ്ഞ പോലത്തെ ആ കഴുന്ന് പരിപാടി. അതാണ് ഫസ്റ്റ് സ്റ്റേജ് 75-ല്. അപ്പൊ ഇവര് തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. ഇവര് തമ്മിൽ വലിയ അടുപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഒരു 79 80 എന്നെ പഠിപ്പിച്ച എന്റെ മാസ്റ്റർ, മഹാരാജ് കോളേജിലെ അധ്യാപകൻ, ഒരു പ്രോഗ്രാമിന് ചേരാനില്ല ഒരു എന്നെ വിളിച്ചോണ്ട് പോയി. അപ്പൊ പറഞ്ഞു, വേറെ 2 മിമിക്രിക്കാരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ലാൽ എന്ന് പറഞ്ഞപ്പോ എനിക്ക് പിടികിട്ടിയില്ല. കാരണം ലാലിന്റെ പേര് അതല്ലല്ലോ, ശരിക്കുള്ള പേര് പോൾ മൈക്കിൾ എന്നാ. ചെന്നപ്പോ ഇവര് രണ്ടുപേരും, അപ്പൊ സിദ്ദിഖിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ആരോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, അതല്ലാതെ നേരിട്ട് പരിചയമില്ല. അപ്പൊ ഇവർ രണ്ടുപേരും ചെന്ന് 2 പ്രോഗ്രാം. അപ്പൊ ഞാനിത് കണ്ടു. അപ്പൊ ഇവരുടെ ഇരുമ്പ് മനുഷ്യന് ഞാൻ പറഞ്ഞു, ഞാൻ ശബ്ദം കൊടുക്കാം. ഇരുമ്പ് മനുഷ്യന് വീഴാൻ നേരത്ത് നമ്മള് എന്നുള്ള സൗണ്ട് കൊടുക്കാം, പശ്ചാത്തല സംഗീതം. ഞാൻ അങ്ങനെ ചേരാനെല്ലാവരാണ് ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ഐറ്റംസിനൊക്കെ എൻ്റെ വക സൗണ്ട് എടുക്കുന്ന ആരും ഇല്ല എന്നവിടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കലാഭവനിൽ ഞങ്ങളിങ്ങനെ മിമിക്സ് പരേഡ് എന്ന് പറയുന്നത് തുടങ്ങുന്ന ഒരു തുടക്കം വരികയും ഇങ്ങനെ 2 പേര് വരുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ആബലശം പറഞ്ഞു, പോളാശാൻ്റെ മോൻ വരുന്നുണ്ട്, അറിയുമെന്ന് ചോദിച്ചു. അപ്പോഴും എനിക്ക് വെടിയിട്ടില്ല. പോൾ മാസ്റ്ററിനെ എനിക്കറിയില്ല, എൻ്റെ ഫാദറിനെ. പിന്നെയാണ് ഇവരാണെന്ന് അറിയുന്നതും. ഞങ്ങളെ ഒരു സ്റ്റേഡിയത്തിൽ വന്ന് ഞങ്ങൾ ഇരുന്ന് ഐറ്റംസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. പ്രസാദിനെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് സ്റ്റേജ് ചെയ്യിക്കുന്നത് ഭയങ്കര അഭിമാനത്തോടെയാണ്. അത് കണ്ടോടാ, നമ്മൾ ചില സിനിമകൾ കാണിക്കാൻ കൊണ്ടുപോകും. നമ്മൾ കണ്ട പടങ്ങള് ഒരു സിനിമ കാണും, നമ്മുടെ സിനിമയാകും, നമ്മള് അതിന്റെ ഉത്തരവാദിത്വം എന്നിട്ട് അവൻ കണ്ടോണ്ടിരിക്കുമ്പോ ഇങ്ങനെ നോക്കുവാനാ ചില ഹോട്ടലിൽ കൊണ്ട് ഭക്ഷണം എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഞാൻ ഈ പ്രസാദിന്റെ സ്കൂളിലെ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവനെ വിളിച്ചുകൊണ്ടോട്ട് ഇന്ന് പ്രസാദിന്റെ ഒരു പരിപാടി, എന്നിട്ട് ഞാൻ പ്രസാദിന്റെ ഒരാളായിട്ട് ഞാൻ നിൽക്കുക. അങ്ങനെയാണ് ആദ്യമായിട്ട് സ്റ്റേജ് ചെയ്യുന്നത്. ഡിസംബറിൽ വിളിച്ചിട്ട് ലാലിനടുത്ത് പറഞ്ഞു, ലാലെ അടുത്ത വർഷം എന്ന് പറയുന്നത് എൻ്റെ 50ാമത്തെ വർഷമാണ്. അതായത് സ്റ്റേജ് പരിപാടിയില്ല പുറമെ. അതായത് ഈ 25 ഡിസംബർ ആകുമ്പോൾ, അതായത് ഇപ്പം 50ാം വർഷത്തിലേക്ക് കടന്നു. എന്നെ ആദ്യം സ്റ്റേജ് കയറ്റിയ ആളാരാന്ന് അറിയുമ്പോൾ ലാലിന് ഓർമ്മയില്ല. ഞാൻ ലാലാണ് എന്നെ പിടിച്ച് കയറ്റിയത്. നമ്മൾ ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിലാന്ന് പറഞ്ഞിട്ട് ഈ വയസ്സൊക്കെ പറയരുത്. കഥ 75 തുടങ്ങും, എന്നിട്ട് ഒരു ക്ലാസ്സിലാന്ന് പറയുകയും ചെയ്യും ഇവര്. അപ്പൊ അന്ന് അവിടെ നിന്ന് നിങ്ങൾ 5-6 പേര് തുടങ്ങുന്നു. ഇവര് സിനിമയിലേക്ക് പോയല്ലോ. ഇപ്പൊ അശോകൻ ചേട്ടൻ പറഞ്ഞു ഒരു സീറ്റ് ഒഴിവാക്കണേന്ന് പറഞ്ഞിട്ട് അശോകൻ ചേട്ടൻ ഹരിശ്രീന്ന് പോകുന്നു. അല്ലെ, അശോകൻ ചേട്ടൻ ആ സിനിമയിലൊക്കെ ഉണ്ട്. പ്രസാദ് ചേട്ടൻ ഏതെങ്കിലും പടത്തിൽ അഭിനയിച്ചു ഇവരുടെ? ഇല്ല. പ്രസാദ് സ്റ്റേജ് വിട്ടിട്ടുള്ള കളി അന്ന് ഏതെങ്കിലും പള്ളി പരിപാടി കാണും. അന്ന് സ്റ്റേജ് പ്രോഗ്രാമിലും പ്രസാദ് ഈ ശബ്ദങ്ങളിലാണ് മിടുക്കൻ. അഭിനയത്തിന്റെ കാര്യത്തില് ആളിത്തിരി വരുന്നില്ല. അങ്ങനെ ഞാൻ എല്ലായിടത്തും പറയാറുള്ള കാര്യമാണ്. പിന്നെ അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. ആ സ്റ്റേഡിയത്തിൽ ഇരുന്നാണ് ഞങ്ങൾ ഐറ്റംസ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ഒരു കഴിഞ്ഞ ആഴ്ച അതിലേക്ക് പോയപ്പോൾ ആ സ്റ്റേഡിയം പൊളിച്ചിട്ടിരിക്കുന്നു. ഞാൻ അവിടെ കുറച്ചേരം നിന്നു. കാരണം ആ സ്റ്റേഡിയം പൊളിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് ആദ്യം ഓർമ്മ വന്നത് ലാലിനെയും സിദ്ദിഖിനെയും. നമ്മളവിടെ ആ സ്റ്റേഡിയത്തിന് ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ നൊസ്റ്റാൾജി അടിക്കുന്നത്, നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോകാറില്ല, ക്രിക്കറ്റ് കളിക്കാൻ പോകാറില്ല. ഓർമ്മ എന്ന് പറഞ്ഞാൽ പഴയ ഐറ്റംസ് ഉണ്ടാക്കുന്നത് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ അത് കണ്ടു ഞാൻ ലാലായിട്ട് ഇപ്പം പറഞ്ഞു, നമ്മുടെ ആ പഴയ സ്റ്റേഡിയം പൊളിച്ചിട്ടിരിക്കുന്നത് കേട്ടാന്ന് പറഞ്ഞു. നമ്മുടെ അംബേദ്കർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള. അല്ല, നിങ്ങൾക്കെല്ലാം പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡേറ്റ്, സ്ഥലം, സമയം, ഇപ്പം അശോകൻ ചേട്ടൻ പറയുന്നത് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കണ്ടു എല്ലാം വളരെ ഒരു സിനിമ കാണുന്നത് പോലെ ഓർമ്മയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പൊ മിനിഞ്ഞാന്ന് കണ്ട് നടന്ന കാര്യം പറയുന്ന പോലെയാണ് ഇത്രയും ഒരു കാലഘട്ടം മുമ്പുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ കലാഭവനിലുള്ള സമയത്തും
സ്ഥിരം അവിടെ പോയി കൂടാറുണ്ട്, സ്റ്റേഡിയത്തിൽ ഇരിക്കാറുണ്ട് പോയിട്ട്. അപ്പം ഞാനൊക്കെ കലാമിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ ഇവരുടെ ഗ്യാങ്ങിലേക്ക് പോയി ഇരുന്ന് കൂടി. ഞാൻ പറയടില്ലല്ലോ, ഗാനങ്ങളുടെ ഇന്റർവെല്ലാണ് ഞാൻ ചൊല്ല. എന്നാലും ഇവരിലേക്ക് വന്ന് ഇഴുകി കയറി പിന്നെ ഇവരായിട്ട് കമ്പനിയായി ഞാൻ സിദ്ദിഖ് ലാലുള്ള ആ സ്റ്റേഡിയത്തിൽ പോയി ഇരിക്കും. അവിടുന്ന് പിന്നെ നടക്കാൻ ഒരു ബ്ലൂ നൈൽ ഹോട്ടലിൽ നിന്നൊരു ചായ കുടിക്കും. ഒരു ചായ കുടിക്കും, കാച്ചില്ല ഒരു ചായ കുടിക്കും. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് സരിക എന്താണ് ഒരു ഓഡിയോ കാസറ്റിന്റെ അഡ്വാൻസ് കിട്ടി നമുക്ക് വഴിയിൽ വെച്ച് അബു ഒക്കെ ഞങ്ങൾ സർഗം അപ്പൊ ഒരു ഓഡിയോ കാസറ്റ് ചെയ്യാമോ സിദ്ദിഖ് ലാലിനോടും ചോദിച്ചു. പിന്നെന്താ സിദ്ദിഖ് പറഞ്ഞു, നമ്മൾ പിന്നെന്താ. സിദ്ദിഖ് ഒരു കാര്യത്തിന് മുമ്പോട്ടിറങ്ങില്ല. എനിക്ക് തോന്നണ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ എന്നെ പോലത്തെ ഒരാളില്ലെങ്കിൽ സിദ്ദിഖ് ഒന്നും ആവൂല. ഭയങ്കര ഉൾവലിച്ചിന്റെ ആളായിരുന്നു. ഇപ്പൊ ഈ പാകിസ്ഥാന്റെ അടുത്ത് പോകുന്നതും അതിനുമുമ്പ് കലാഭവനിലും മിസ് പരേഡിൽ പോയി ചേരുന്നതും ഞങ്ങളൊരുമിച്ച് മിക്രി നടത്തുന്നതൊക്കെ ഞാൻ വലിച്ചിട്ട് പോകുന്നു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇയാൾ എങ്ങനെ പോയിട്ട് ഹിന്ദി പടം ചെയ്യും. ഞാനില്ലെങ്കിൽ സിദ്ദിഖ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ളൊരു വലിയ കാര്യമാണ്. സിദ്ദിഖ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ബോറനായി പോയെന്നെ. അതാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേ. ഞാൻ ഭയങ്കര കുഴപ്പക്കാരനും കുസൃതി ഉണ്ടാക്കാൻ അലമ്പുണ്ടാക്കാനൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു.